ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നല്ല മഴ കേട്ടോ, രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്, പകലും ചെറുതായിട്ട് നല്ല പെയ്തിട്ടുണ്ട് രാവിലെ. അപ്പോൾ ഒന്ന് എപ്പോഴാട്ടോ കുറച്ച് മക്കൾക്ക് സ്കൂളിൽ പോകാൻ നേരത്താട്ടോ ഒത്തിരി കമ്മിയായത്. രാത്രിയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ചായക്ക് കടി ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ റിൻഷിമോൾക്കും സ്കൂളിലേക്കും കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നേരത്തെ എണിച്ച് നമ്മൾ വെള്ളമൊക്കെ പിടിച്ച് പാത്രമൊക്കെ കഴുകി ചപ്പാത്തി മാവൊക്കെ കുഴച്ച് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കറി എന്ന് പറയുന്നത് നമ്മുടെ സവാള വണക്കിയിട്ടുള്ള കറി കേട്ടോ. അപ്പോൾ അവൾക്ക് അതാ ഇഷ്ടം. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അതുണ്ടാക്കി കൊടുത്തു. അപ്പോൾ 8:30 നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്കുള്ള ടിഫിനൊക്കെ ആക്കി കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ അവൾക്കും എൻ്റെ കൂട്ടുകാരികൾക്കുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പോൾ ഞാനിതാ ഉള്ളി മസാലയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട് കേട്ടോ. അടിച്ച് വാരണം, തുടക്കണം, തിരുമ്പണം. അപ്പോൾ ഞാൻ തിരുമ്പാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ മെഷീനിലായതുകൊണ്ട് 1.5 കേട്ടോ അലക്കുക. പിന്നെ ഈ കളർ പോണ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കല്ലിലും അലക്കും. അപ്പോൾ ഇന്നലെ നല്ലൊരു പരിപാടിക്കൊക്കെ പോകാൻ പറ്റിയിട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ പോകുമ്പോൾ അറിയില്ലായിരുന്നു അവിടെ അത്രയും ആൾക്കാർ ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ റഹീസ് കുട്ടിൻ്റെ ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങൾ പറയാനൊക്കെ ആയിരിക്കും, ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയാനൊക്കെ ആയിരിക്കും ചെറിയൊരു മീറ്റിംഗ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും തന്നെയാണ്. പക്ഷേ അവിടെ അത്രയും ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ കഥ പറയാനൊന്നും നേരമില്ല കേട്ടോ. അപ്പോൾ അതാ റിൻഷിമോൾ ഉള്ള അത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ പോവുകയാണ്. അങ്ങനെ അവൾ പോയിട്ടാ. റിൻഷിമോള് പോയി. നല്ലതാ മഴ പാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൾ പോയ ശേഷം നമ്മൾ ഏതെടുത്താലും 10 എന്ന് പറഞ്ഞിട്ടൊരു കുറേ സാധനങ്ങൾ വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പഴയ കാലത്ത് നമ്മളൊക്കെ കുഞ്ഞു നാളിലുള്ള സമയത്തുള്ള മുട്ടായികളും എല്ലാതും ഏതെടുത്താലും 10 എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നും വാങ്ങിച്ചൊന്നുമില്ല. മുട്ടായൊക്കെ പിന്നെ റഹീസ് കുട്ടിയും റജിക്കുട്ടിയൊന്നും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അവർക്കൊന്നും സ്കൂളില്ല. പിന്നെ ഏതെടുത്താലും 10 എന്ന് പറഞ്ഞിട്ട്. പിന്നെ രാവിലെ എണിച്ച് നോക്കുമ്പോൾ മഴയത്താണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ മണി ട്രീ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീണ് താഴ്ത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൈക്കിളൊക്കെ എടുത്ത് ഓരോ ഭാഗത്തും ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മണി ട്രീനെ എടുത്ത് കഴുകി വെള്ളമൊക്കെ നിറച്ച് വെച്ചു. പിന്നെ സൈക്കിളൊക്കെ വീണത് എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ മുറ്റം മഴ കാരണം അടിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മഴ കാരണം മുറ്റത്തൊക്കെ ഈ കുറ്റിമണ്ണ് പോലെയും പാസാറൊക്കെ വന്ന് ആകെ വൃത്തികേടായി കിടക്കുകയായിരുന്നു മുറ്റം. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് പ്രിൻസിപ്പൾ പോയി കുറച്ച് നേരം കഴിഞ്ഞതും മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ മഴ നിന്നാലേ മുറ്റം അടിച്ചു വിടാൻ പറ്റുള്ളൂ. മഴയാണെങ്കിൽ പിന്നെ മുറ്റത്തൊന്നും അടിക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ മുറ്റത്തെ മണ്ണൊക്കെ കംപ്ലീറ്റ് പോയിക്കുകയാണ്. പിന്നെ അങ്ങനെ പാസാറൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അത്യാവശ്യം ചെടികളൊക്കെ വെച്ചതൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ തൊടിയല്ലേ, ഭയങ്കര സാധനങ്ങളൊക്കെ ഇങ്ങനെ വരും, അതിൻ്റെ പേടിയൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ചെടി വെക്കാനും പേടിയാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ അങ്ങനെ പാമ്പ് അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ അങ്ങനെ അരിച്ച് വരുന്ന സമയത്ത് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ പാകത്തിന് എത്ര പറിച്ച് കളഞ്ഞാലും പിന്നെയും മുളക്കും. വൃത്തിയാക്കിയിട്ടും കാര്യമില്ല കേട്ടോ. പിന്നെയും അത് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം മുറ്റമൊക്കെ അതാകെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ മഴ പോയപ്പോൾ ചൂലൊക്കെ കൊടുത്തൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു.
വരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ റെജിക്കുട്ടി അങ്ങനെ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞപ്പോൾ എണിച്ച് വന്നപ്പോൾ പിന്നെ അവളിനെ ഞാൻ ബാത്റൂമിലൊക്കെ കൊണ്ടാക്കി മുഖമൊക്കെ പല്ലൊക്കെ തേച്ച് കൊടുത്ത് കഴുകിയിട്ടിട്ട് അങ്ങനെ വന്ന് പിന്നെ ബാക്കിയുള്ള മുറ്റം കൂടി ഒന്ന് അടിച്ച് അങ്ങോട്ട് അറ്റം വരെ അടിച്ച് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ രാവിലെ ഉച്ചക്കൽക്കും ഉള്ള ചോറും കറിയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ അതിനായിട്ട് പിന്നെ ഇനി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ ഒരു 8 മണിയാകുമ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുക്കറിൽ ഇത്തിരി റേഷൻ അരി കൊണ്ട് തന്നെ ചോറാട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് നമ്മൾ നെയ്ച്ചോറ് വെക്കണ പോലെ, പക്ഷെ ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ചോറിന്. അത് ഉള്ളി എന്തോ ഒത്തിരി കരിഞ്ഞത് കൊണ്ടാണ് തോന്നുന്നു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടപ്പോൾ ഒത്തിരി ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ മുറ്റം ആകെ വൃത്തിയേടായി കിടക്കുന്നുണ്ട്. എന്നാലും ഞാൻ അടിച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണികൾ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തോരടുകയാണ് കേട്ടോ. പിന്നെ ഒന്നും പുറത്തിടാനും പറ്റില്ലല്ലോ, മഴ വന്നു കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും നനയും. അപ്പോൾ ഞാൻ മെഷീനിലിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത ശേഷം നമ്മളിവിടെ ഇങ്ങനെ കാറ്റത്തിടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണങ്ങിക്കോളും. പിന്നെ ചോറ് ഇന്നിപ്പോൾ കുക്കറിൽ ഞാൻ റേഷൻ കടയിൽ അരി കൊണ്ട് ഇങ്ങനെ ചോറ് റെഡിയാക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഒന്ന് വരട്ടി വെച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോറും കൂട്ടാനും ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഒഴിവാണ്. പിന്നെ കുറച്ച് തുണികൾ മടക്കാനുണ്ട്. പിന്നെ ഒന്ന് തണുപ്പായതുകൊണ്ട് പിന്നെ ഞാൻ തുടക്കണമൊന്നുമില്ല കേട്ടോ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പാണ്, ഓതമാണ്. അപ്പോൾ ചെരുപ്പിടാണ്ടൊന്നും നടക്കാനും പറ്റൂല. അപ്പോൾ ഇതാട്ടോ ഞാൻ ഈ കറി വെച്ച് രാവിലെ തന്നെ ഒക്കെ അടുപ്പിൽ മൺചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ആദ്യം വേവിച്ചെടുത്ത ശേഷം നമ്മൾ മൺചട്ടിയിൽ അടുപ്പിൽ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി രാത്രിക്കൽക്ക് ചോറ് തേങ്ങില്ലെങ്കിൽ മാത്രം രാത്രിക്കൽക്ക് എന്തെങ്കിലും നമ്മൾ ദോശ എന്തെങ്കിലും ഉണ്ടാക്കും രാത്രി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ഇടാനും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് അൽഹംദുലില്ലാ നാളെ വരാം. അസ്സലാമു അലൈക്കും.